വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാമോ എന്നറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓടും പോകാത്തവർക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. പക്ഷേ ഉള്ളത് വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ കരുതി. രാവിലെ നിക്കുവിൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടു. അതിൻ്റെ കൂടെ നിക്കും ഭയങ്കര ജോലിയാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ കൂടെ അവളെയും കൂടെ കൂട്ടും. അപ്പം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് നമ്മൾ റൂം ക്ലീൻ ആക്കണം കേട്ടോ. ഇത് ഞാൻ വീക്ക്ലി ചെയ്യണ കാര്യമാണ്. എല്ലാ ആഴ്ചയിലും റൂം ഡീപ്പ് ക്ലീൻ ചെയ്യും കേട്ടോ. ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും, തൂത്ത് തുടച്ച് നീറ്റാക്കി വെക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നിൽക്കും ഭയങ്കര ജോലിയാണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി. ഞാൻ ഇവിടെ വൈപ്പറൊക്കെ ഇട്ട് വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആൾ ഭയങ്കര ജോലിയാണ്. ഞാൻ റൂം കഴുകി ഇറക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കഴുകാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴുകത്തില്ല, കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലേ. അപ്പം അങ്ങനെ. പിന്നെ അത് മാത്രമല്ല, ടോയ്ലറ്റ് കുറച്ച് ഹൈറ്റിലാണ്, അപ്പം കഴുകി അങ്ങോട്ട് ഇറക്കാൻ പറ്റത്തില്ല. കഴുകുന്ന വെള്ളം നമ്മൾ തുടച്ച് തന്നെ എടുക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ. നമ്മുടെ ഫ്ലോർ ക്ലീനറും വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് അവിടെയൊക്കെ ഒഴിച്ചതിന് ശേഷം വൈപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് ജസ്റ്റ് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഭയങ്കരമായിട്ട് ക്ലീൻ ആവും, ക്രിസ്റ്റൽ ക്ലിയർ ആവും കേട്ടോ. നമ്മൾ ഫ്ലോറൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കും. ആ ടൈമിൽ നിക്കുവിനെ അവിടെ ഇരുത്തി ഞാൻ ടാബ് വെച്ച് കൊടുക്കും കേട്ടോ. ബാക്കി എല്ലാത്തിനും ഞാൻ അവളെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിന് മാത്രം ഞാൻ ഇറക്കത്തില്ല, കാരണം അറിയാലോ തെന്നി വീണ പ്രശ്നമാണ്. അപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ഫ്രൂട്ട്സ് കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. ഈ ടൈമിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ മാക്സിമം അവൾക്ക് ഞാൻ ഫ്രൂട്ട്സ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇന്നത്തെ മാങ്ങയുണ്ട്, പേരക്കയുണ്ട് കേട്ടോ. രണ്ടും അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ കഴിക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ടേസ്റ്റോടെ കഴിക്കും, ഇനിയും വേണമെന്ന് പറയും. ചിലപ്പോൾ അതിനെ മൈൻഡ് ചെയ്യത്തേയില്ല. ഇഷ്ടമാണ് കേട്ടോ അവൾക്കത്. അങ്ങനെ ആ സംഭവം എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അതിപ്പോൾ എൻ്റെ നിന്ന് പിടിച്ച് വാങ്ങിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ആ പേടയും സംഭവങ്ങളൊക്കെ. ഒരു മാങ്ങ ചോദിച്ചപ്പോൾ തന്നു കേട്ടോ. അവൾ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് അമ്മ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. നല്ല മധുരമുള്ള നല്ല മാങ്ങയാണ്. അവൾക്ക് ഇഷ്ടമാണ്, അവൾ കഴിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുടി ബോട്ടോക്സ് മുടി ഏതുവരെ എത്തിയെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. കുഴപ്പമില്ല, നല്ല ടെക്സ്ചറിൽ കിടക്കുന്നുണ്ട്. എനിക്ക് ഈ ടെക്സ്ചറാണ് ഇഷ്ടം. സ്ട്രെയിറ്റ് ആവാതെ ഈ ടെക്സ്ചറാണ് ഇഷ്ടം. പിന്നെ നമ്മളടുത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഡെയിലി എണ്ണ തേപ്പിക്കും നിക്കുവിനെ. എണ്ണ തേപ്പിച്ചിട്ട് കുളിക്കാറുണ്ട്. ദേഹത്ത് ഫുൾ എണ്ണ തേപ്പിച്ചിട്ട് കുളിപ്പിക്കാറുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ തലയിൽ എണ്ണ തേപ്പിക്കുകയാണ്. സാധാരണ പതിവില്ലാതെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ എണ്ണ തേപ്പിക്കണത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആൾക്ക്. ഇടയ്ക്കിടയ്ക്ക് ഊരി കളയായിരുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുക്കണോണ്ടാണ് കെട്ടിയിട്ടൊക്കെ കുളിപ്പിക്കുന്നത്, എണ്ണ തേപ്പിക്കുന്നത് കേട്ടോ. അത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ദേഹത്ത് ഫുൾ എണ്ണ തേപ്പിച്ച് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഈ വീഡിയോ എടുത്ത് ഇതും കൂടെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നിട്ട് എണ്ണയൊക്കെ തേപ്പിക്കും. പിന്നെ അവൾ ഇതിൽ വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ. എണ്ണ തേപ്പിക്കാനും മഞ്ഞളൊക്കെ തേപ്പിക്കാനൊക്കെ നിന്ന് തരും കേട്ടോ. മഞ്ഞൾ ഞാൻ എന്നും തേച്ച് കൊടുക്കത്തില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് കെട്ടി എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചോറ് പരിപാടി. ഞാൻ ഈ റൂമിൽ വെച്ച് ചോറ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിന്നാലേ അവൾക്ക് ഇച്ചിരിയെങ്കിലും ഇറങ്ങത്തുള്ളൂ. താഴേക്ക് പോയാൽ ഒട്ടും കഴിക്കത്തില്ല. ഇവിടെ ചിലപ്പോൾ ടാബ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറക്കിയാലും ഇവിടെ റൂമിൽ നിന്നാലും എന്തെങ്കിലുമൊക്കെ എടുത്തും പറക്കിയൊക്കെ അറിയാണ്ട് അങ്ങ് കഴിക്കും കേട്ടോ. പക്ഷെ താഴെ പോയി ഒരിറ്റ് പോലും കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് റൂമിൽ വെച്ച് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും റൂമിലെടുത്ത് വെച്ച് അവളുടെ കൂടെ ഇരുന്നങ്ങ് കഴിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കും. അതാണ് ഇപ്പോഴത്തെ റൊട്ടീൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും അങ്ങോട്ട് ഇറങ്ങത്തില്ല. പ്രത്യേകിച്ച് ചോറൊന്നും താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പം എല്ലാം എടുത്ത് കഴിക്കുമെന്ന്. ചോറെന്നാണ് സാധനം അവർക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് കഴിപ്പിക്കാൻ ഭയങ്കര പാടമാണ്. ഇടയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. അപ്പോൾ അതിന് അവളെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബഹളം അവിടെ. അടുത്തിന് കൊറിയർ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ ആളെ. അപ്പോൾ വേറൊന്നും അല്ല, ഇത് ഒരു ട്രൈപ്പോഡാണ് കേട്ടോ. ട്രൈപ്പോഡ് പ്ലസ് റിംഗ് ലൈറ്റാണ്. വെറുതെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മേടിക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ ഫോണിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവും കേട്ടോ. കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചും ഒരു സെൽഫി സ്റ്റിക്ക് ചേട്ടൻ മേടിച്ച് തന്നിട്ടുണ്ട് മുന്നേ. അതിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം സെൽഫി സ്റ്റിക്കൊക്കെ അതിൻ്റെ വെയിറ്റ് കൊണ്ടിങ്ങ് വീഴും കേട്ടോ. അപ്പോൾ ഫോണ് ചീത്തയാവും. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സംഭവം വാങ്ങിച്ചത് കേട്ടോ. ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടും. അപ്പോൾ നിക്കു ഭയങ്കരമായിട്ട് ഇത് അസംബിൾ ചെയ്യാനൊക്കെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിക്കു ഉറങ്ങി കേട്ടോ. ഉറങ്ങിയപ്പോഴത്തേനും കുഞ്ഞമ്മ വന്നു. കുഞ്ഞമ്മ അത് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. നല്ല വരിക്ക ചക്കയൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോഴത്തേനും ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. നല്ല കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങി എഴുന്നേക്കാത്തതുകൊണ്ട് വാശിയായിരുന്നു. കുഞ്ഞമ്മ വീട്ടിലുണ്ടായ അവിടുത്തെ പഴവും ചക്കയും സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ചക്ക നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ. നല്ല തേന് പോലെ ഇരിക്കുന്ന നല്ല വരിക്ക ചക്ക. ഞാൻ ഈ ചക്കപ്രാന്തിയാണ് കേട്ടോ. ചക്ക മാങ്ങ പക്ഷേ എല്ലാം പഴുത്തതായിരിക്കണം. ചക്ക വരിക്ക ചക്കയായിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ കൊണ്ടുവന്നു. അവൾ ആദ്യം രണ്ടെണ്ണമൊക്കെ കഴിച്ചു. രണ്ടെണ്ണമൊന്നും കഴിച്ചില്ല, ഒന്നൊന്നരയൊക്കെ കഴിച്ചു. വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അവൾക്ക്, അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ ആയാലും അവൾ അത്രയ്ക്കൊന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നും കഴിച്ചില്ല, കഴിച്ചു, അത്രേ ഉള്ളൂ. ഭയങ്കര ഞാൻ പ്രതീക്ഷ പോലെയൊന്നും കഴിച്ചില്ല. കൊടുത്തിട്ടുണ്ട് മുന്നേ വരയ്ക്ക ചക്കയൊക്കെ, പക്ഷെ അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കേസായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുഞ്ഞമ്മ പോയതിന് ശേഷം ഞാൻ കുളിക്കാൻ മേളിലോട്ട് കയറി വന്നതും മഴയും തുടങ്ങി. അയ്യോ, ഒരു രക്ഷയില്ലാത്ത മഴ. ചൂടിനൊരു ആശ്വാസമാവുമെന്നാണ് കരുതിയത്, പക്ഷേ ഇതൊരു ഒടുക്കത്ത മഴയായി. ഇപ്പോൾ എല്ലായിടത്തും പിറ്റന്നത്തെ ന്യൂസ് കണ്ടപ്പോൾ പറഞ്ഞു എല്ലായിടത്തും നാശനഷ്ടങ്ങളും ഇടിമിന്നലേറ്റുള്ള മരണങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒന്നിൽ അങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങറ്റം എന്ന് പറയുന്ന പോലെ, ഒന്നിൽ ചൂട് ഇല്ലെങ്കിൽ മഴയും വെള്ളപ്പൊക്കവും. അതുകൊണ്ട് ഒരു നിവർത്തിയില്ല കേട്ടോ. മഴ പെയ്യുന്നതൊക്കെ കാണാൻ രസമാണ്, പക്ഷെ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ചൂടാകുമ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചൂടവിടെ കുറച്ച് ബെറ്റർ അല്ലേ. ഈ മഴയൊക്കെ ആണെങ്കിൽ പേടിയാണ് സത്യം കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നപ്പോൾ അമ്മ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ മഴയത്തിരുന്ന് ചക്കയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ.